ഓക്കെ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റ്മോർട്ടം കെയറിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നത്, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരുവിധം അവോയ്ഡ് ചെയ്തു. മീൻസ് ഫുൾ എന്തായാലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്ത് എന്നുള്ള ഓരോ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറയാം, റിവ്യൂല് പറയാന്ന് വിചാരിച്ചു. അപ്പോൾ നിനക്ക് എന്താണ് അഭിപ്രായം? ഞാൻ എങ്ങനെ ചെയ്യുന്നു? ആം ഐ ഡൂയിങ് ഓക്കെ? എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ മതി, നീ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര ഇമോഷണൽ ആണ് പണ്ടത്തേക്കാളും. എന്തെങ്കിലും ചെറിയ കാര്യത്തിന് കരയും. അതുണ്ട്, എന്തായാലും ഉണ്ട്. മുമ്പേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഞാനിതിന് മനസ്സിലാക്കിയത് കരയുമ്പോൾ കരയരുതെന്ന് പറയരുത്, കരയണം. കരഞ്ഞോ, നീ കരഞ്ഞു തീർത്തോ എന്ന് പറയണം. അപ്പോൾ അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ പുതിയ അറിവുകളാണ്. ഓക്കെ, ഒരാൾ കരയുമ്പോൾ നമ്മളിന്ന് നോർമലി ഒരു മനുഷ്യൻ കരയുമ്പോൾ വിഷമിക്കുമ്പോഴും നമ്മൾ ഇരുന്നിട്ട് ഓക്കെ മാറും, ഇതിങ്ങനെയാണ്, ഇതാണ് ലൈഫ്, എല്ലാം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഓക്കെ ആവത്തില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് നടക്കും, അത് കുറച്ച് കഴിയുമ്പോൾ മാറും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മളിങ്ങനെ പറയരുത്. പോസ്റ്റ്മോർട്ടം ടൈമിൽ നമ്മൾ പറയരുത് കരയരുത്, ഓക്കെ നീ കരഞ്ഞു എന്ന് പറയണം. അതാണ് ഞാൻ പുതിയ പാഠം പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് പഠിച്ചത്. കാരണം പെട്ടെന്ന് ഭയങ്കര എമോഷണൽ ആവുന്നുണ്ടല്ലേ ഞാൻ. യെസ്, കൊച്ചു കൊച്ചു കാര്യങ്ങളാ, പക്ഷെ അത് അപ്പൊ തന്നെ തീരുമല്ലേ? അപ്പോൾ തന്നെ തീരും. പിന്നെ ഞങ്ങൾ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഓവർ സ്ട്രെസ്സാക്കാതെ വേണ്ടിയിട്ടും നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു സ്കെഡ്യൂളുണ്ട്, ലൈക്ക് ഒരു ഷിഫ്റ്റ് പോലെ. നമ്മൾ തന്നെ ഇപ്പം ഒരു ദിവസം രാവിലെ എണീച്ച് കഴിയുമ്പോൾ പറയാം, ഓക്കെ ഇന്ന് നീ രാവിലെ കിടന്ന് തുടങ്ങിക്കോ, കുറച്ച് നേരം ഞാൻ രാവിലെ ബേബിയെ നോക്കിക്കോളാം. അപ്പം തൻവി ആയിരിക്കും നോക്കുന്നത്. അപ്പം ഞാൻ നൈറ്റ് തൻവിക്ക് ഒരു 8 മണി 9 മണിയാകുമ്പോൾ ലിയാൻ സ്കൂളിൽ പോകുന്നുണ്ടും ഡേക്ക് വേണ്ടാണ്. അവൻ്റെ ഒരു സ്കെഡ്യൂൾ നമ്മൾ സ്ലീപ്പിംഗ് പാറ്റേൺ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ 8 to 9 അവനെ ഉറക്കിയിട്ട് അവൻ്റെ കൂടെ ഞാനും കിടന്ന് ഉറങ്ങും. ഉറങ്ങിയിട്ട് ഒരു നൈറ്റ് എന്തായാലും നമുക്ക് പമ്പ് ചെയ്യാനോ എണ്ണിക്കേണ്ടി വരും. ചിലപ്പം ഡയറക്റ്റ് അവൾക്ക് ലാച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് പമ്പ് ചെയ്ത പാലെപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കും, അത് പിന്നെ ചൂടാക്കി അവൾക്ക് കൊടുക്കും. അപ്പം അവൾക്ക് പമ്പ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ കണ്ടിന്യൂ ഉറങ്ങാനും, ആ ഒരു 5 മണിക്കൂർ എനിക്ക് ഉറക്കം കിട്ടും. ബേബിയെ ഞാൻ ഉറക്കിയിട്ട് ഞാൻ അവളുടെ കൂടെ കിടന്ന്, മോസ്റ്റ്ലി എന്നോടാണ് അവൾ കിടന്ന് ഉറങ്ങുന്നത്. കൊച്ചിലൊന്നുമല്ല, ആ ശീലമായി. അതുകൊണ്ട് അവൾക്കും വലിയ പ്രശ്നമില്ല. ലിയാന് മാത്രമേ ഉള്ളൂ അമ്മയെ വേണമെന്ന്. അപ്പോൾ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവാതിരിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും റൂമിൽ ഇട്ടിട്ട് ഞാനും മോളും കൂടെ ഞങ്ങളാണ് കൂടുതലും നിൽക്കുന്നത്. അപ്പം പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് നേരെ തിരിഞ്ഞിട്ട് ഞാൻ ഡേ നോക്കുകയും, അപ്പം എനിക്കെന്തായാലും ഞാൻ രാത്രി ഒരു 3 മണി 4 മണിയാകുമ്പോൾ തൻവി എണ്ണിക്കുന്നു. തൻവി അത് കഴിഞ്ഞ് തൻവി ടേക്ക് ഓവർ പോയി. അത് കഴിഞ്ഞിട്ട് അവളും മോളും കൂടെ ഒരു 7 മണിയോളം കിടന്നുറങ്ങാനായിട്ടുണ്ട്. 7 മണിക്ക് എണ്ണിച്ച് അവൾക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യണം. നമ്മൾ ആക്ച്വലി ഓരോ കാര്യങ്ങളും ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ടേൺ എടുക്കും. ഇപ്പൊ ഞാനാണ് മോളെ നോക്കണമെങ്കിൽ യോജി റെസ്റ്റ് എടുക്കും, യോജിയാണ് നോക്കണമെങ്കിൽ ഞാൻ റെസ്റ്റ് എടുക്കും. അപ്പോൾ അതേപോലെ ലിയന്റെ കാര്യം, ഇപ്പൊ ഞാനാണ് ലിയന്റെ കാര്യം നോക്കണമെങ്കിൽ യോജി മോൻ റെസ്റ്റ് എടുക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ടേൺ എടുത്താണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല ഓവർ സ്റ്റിമുലേഷൻ ആവുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രത്യേകത, ഒരാൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ സൈലന്റ് ആയിരിക്കും, ഒരാൾ സൈലന്റ് ആകുമ്പോൾ അതെന്തോ ഒരു ഭാഗ്യമുണ്ട്. അതെന്തായാലും ഒരു ഭാഗ്യമാണ്. മോള് 2 ദിവസം കൊണ്ട് അവളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്ത് ഇപ്പം കുടിക്കും, ഡയപ്പർ ചേഞ്ചിങ് കാര്യങ്ങൾ. പിന്നെ അന്നേരം ഒരു 10-11 മണിയാകുമ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ 1 o'clock എണ്ണിക്കത്തുള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഞാനൊന്നും കൂടെ ഫീൽ ചെയ്ത് ഒരു 3 മണിയാകുമ്പോഴത്തേനും തൻവി എണ്ണിക്കും. പിന്നെ 7 മണി 3 മണിയും 7 മണിയും തൻവി നോക്കും. അതിന് ആ രാത്രി വരെ 10ഉം 1 മണിയും യോജി നോക്കും. അപ്പൊ നമ്മൾ ഈ ടേൺ എടുക്കുന്നോണ്ട് എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞ ഒരു 7 to 9 hours അറ്റ്ലീസ്റ്റ് ഉറക്കം കിട്ടുന്നുണ്ട് എല്ലാം കൂടെ. അഥവാ എനിക്ക് രാത്രി അത്ര ഉറക്കം കിട്ടിയില്ലെങ്കിലും ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് യോജിമോൻ ഉറങ്ങും. അങ്ങനെ നമ്മൾ ടേൺ എടുത്ത് ഉറങ്ങുന്നോണ്ട് നമുക്ക് അത്യാവശ്യം ഉറക്കം കിട്ടുന്നോണ്ട് ലൈഫ് തന്നെ ഒരുവിധം ഓക്കെയാണ്. അപ്പൊ അത്ര ഉറങ്ങാത്ത ദിവസം ഞാൻ നല്ല ഇമോഷണലാണ്, ഞാൻ പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക്. അങ്ങനെയൊക്കെ ഓരോരോ, അതാണ് റിയാലിറ്റി. അപ്പൊ നമ്മൾ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക്
മീ ടൈം കിട്ടുന്നുണ്ട്, മീ ടൈം ആവുന്നുണ്ട്. ഇപ്പോ ലിയൻ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ മോളും ഉറങ്ങുന്ന സമയമുണ്ട്. അപ്പൊ നമ്മള് സിനിമ കാണുകയോ അങ്ങനെ കപ്പിൾസ്, അപ്പൊ പിള്ളേരുടെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമുക്കും സമയം സ്പെൻഡ് ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനമാണെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെള്ളമൊക്കെ എടുത്തോണ്ട് വരാനാണെങ്കിൽ അതിനൊക്കെ യോജിച്ചു പോകും. ഞങ്ങൾ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക്, ആക്ടിവിറ്റീസ്, മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ പോകും. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ ഞാൻ പോകും. എനിക്ക് ഇഷ്ടമാണ് വെളി ഇറങ്ങി നടക്കാൻ. എനിക്ക് അതൊരു ഒരു പീസ് ഓഫ് മൈൻഡാ. നിനക്ക് വീട്ടിൽ ഇരിക്കുന്നതാണല്ലേ പീസ് ഓഫ് മൈൻഡ്? എനിക്ക് ഒരാഴ്ച 2-3 വട്ടം പുറത്ത് പോവുക, അത് മാത്രമേ ഉള്ളൂ എനിക്ക്. പക്ഷേ അതുകൊണ്ട് ഇപ്പൊ പാല് പമ്പ് ചെയ്ത് വെക്കണോണ്ട് എനിക്ക് അത്രയും ഒരുപാട് ഞാൻ തന്നെ എല്ലാം ചെയ്യുന്ന പോലെയല്ല. അത് മാത്രമല്ല, ലൈക്ക് ലിയനും ഒരു ഇത് അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട്. അവന് ഇടയ്ക്ക് ചെറിയൊരു ജലസി ഉണ്ട്, അതില്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ അവൻ കള്ളത്തരമുള്ള ജലസിയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിലയ്ക്ക് മാത്രം എന്തോ എല്ലാം മേടിച്ചു കൊടുക്കുന്നല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ മേടിച്ചു കൊടുത്ത, ഒരു കാര്യം പറയാന്ന് പറഞ്ഞു. ഡൈപ്പർ ഒഴിച്ച് ഒരു കാര്യം പറയാന്ന് പറഞ്ഞു. അവനൊന്നും പറയല്ലായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് അവന് പുതിയ നിന്റെൻഡോ സ്വിച്ച് അവന് PS5, അവന് പുതിയ ടാബ്, അവന്റെ സ്വന്തം ടാബ്, അതായത് ബാക്കിൽ അവന്റെ പേര് ഉൾപ്പെടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഉണ്ടായിട്ട് നിനക്കൊന്നും നമ്മൾ മേടിച്ചു തന്നില്ല, കൊച്ചിനാണ് മേടിച്ചത്. അപ്പൊ അവൻ കള്ളത്തരം പറഞ്ഞു, സോറി എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവന്റെ ലൈഫിലേക്ക് ഞാനും മോളും ഒക്കെ വന്നപ്പോഴത്തേന് ഒരു ആക്സെപ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ഓക്കെയാണ്. അവന് രാവിലെ എല്ലാ ദിവസവും എണ്ണിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന മാമി മാമി അല്ല, ഇപ്പൊ മാമി പോലും അല്ല, മോളെയാണ് ശരിക്കും വരുന്നത്. Where is my sister? Is she sleepy? അതാണ് ഫസ്റ്റ് അവൻ ചോദിക്കുന്നത്. എന്നിട്ട് കൊച്ചു കരയുമ്പോ പോലും കൊച്ചു കരയുമ്പോൾ പോലും നമ്മളിപ്പോ കിച്ചണിലാണെങ്കിൽ ഒരു 30 സെക്കൻഡ് 1 സെക്കൻഡ് ഒക്കെ 1 മിനിറ്റ് ഒക്കെ 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എടുക്കുമ്പോൾ തന്നെ കരയുമ്പോൾ തന്നെ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുക്കുന്നതിനോട് കയ്യിലൊക്കെ മസാല ഇരിക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല. ലൈക്ക് നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, നമുക്ക് എന്താ ക്യാമറ വെച്ചിട്ടുണ്ട്, അവൾ ഒറ്റയ്ക്കല്ല. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ക്യാമറയ്ക്കകത്ത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതേപോലെ തന്നെ സെൻസേഴ്സ് വെച്ച് ഇത് ഇറങ്ങുമ്പോൾ നമുക്ക് സൗണ്ട് കിട്ടുകയും കാര്യങ്ങളെല്ലാം ചെയ്യും. അത്രയ്ക്ക് അലേർട്ടാണ്. അത് മാത്രമല്ല ലിയൻ പോലും കൊച്ചു കരയുമ്പോ ഓടി ഒന്ന് പാലൊക്കെ എടുക്കാം. ഞാൻ പമ്പ് ചെയ്ത് പാല് ഫ്രിഡ്ജിൽ വെക്കും, ഓടി ഒന്ന് പാലൊക്കെ എടുത്ത് പാവം എടുത്ത് മൈക്രോവേവിലൊക്കെ വെച്ച് ഒരു ദിവസം വെച്ച് കുപ്പിയൊക്കെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. മൈക്രോവേവിൽ അടപ്പൊക്കെ വെച്ച് സഹായിക്കാൻ നോക്കിയതാ പാവം. പക്ഷെ ആ കുപ്പിയൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയല്ലേ, അവ എടുത്ത് 1 മിനിറ്റ് എന്തോ എടുത്ത് മൈക്രോവേവിന്റെ അകത്ത്. പിന്നെ ഒരു കാര്യം ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ ചെയ്യാതിരിക്കും. ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പുറത്ത് പോകണം, തൻവി എപ്പോഴും പറയാം നീ പുറത്ത് പോയിട്ട് വാ, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇവർ രണ്ടുപേരെയും. ഞാനായിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് പുറത്ത് പോകാം, എൻ്റെ ഫ്രണ്ട്സ് രചനയില്ല അവിടെ പോകും. ഞാനൊരു ദിവസം ഫുൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് പോയിട്ട് ഫുൾ നൈറ്റ് സ്പെൻഡ് ചെയ്തിട്ട് പിറ്റേന്നാണ് വന്നത്. പിറ്റേന്ന് രാവിലെ വരുമ്പോൾ ഞാൻ നോക്കും. അതേപോലെ തൻവിയുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഡെബിയുടെ പുറത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഈ വരുന്ന സാറ്റർഡേ ഞാനും ഡെബിയും വെളിയിൽ പോവാം, നമ്മൾ നമ്മുടേതായ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഏറ്റവും ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിവിജ്വൽ ടൈം എടുക്കുമ്പോഴത്തേക്കും നമുക്കതായിട്ട് റീസെറ്റ് ആവുന്നുണ്ട്. അത് മാത്രമല്ല കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് മാത്രമല്ല പോസ്റ്റ്മോർട്ടം വരുന്നത്, യോജിക്കും വരും. ബിക്കോസ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മാത്രം മീ ടൈം കിട്ടിയിട്ട് കാര്യമില്ല, യോജിക്കും കിട്ടുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നത്. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിനും അടിയായിട്ടില്ല. നമ്മളങ്ങ് കൂടിപ്പോയാൽ ഞാൻ വല്ല കൊച്ചു കാര്യത്തിനല്ല ചെറിയ വല്ല അടി ഉണ്ടാക്കും. എന്തൊക്കെയാണ് കൊച്ചു കാര്യങ്ങൾക്ക് തിരിഞ്ഞു കിടക്കാൻ പറഞ്ഞു. അതല്ല, ഞാൻ പറഞ്ഞു ഇച്ചിരി നീങ്ങി കിടക്കുമെന്ന്. അപ്പൊ ഇവര് തിരിഞ്ഞിടന്ന, അതിനുവേണ്ടി ഞാൻ ഉറങ്ങിയത് 3:30 7 മണിയാകുമ്പോ തിരിഞ്ഞ് നീങ്ങി കിടക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പുറത്തോട്ട് കിടക്കാൻ മാറി കിടക്കാൻ പറഞ്ഞു. ഞാൻ പിളകി കരഞ്ഞോട്ടൊക്കെ റൂമ് ഇറങ്ങിപ്പോയി. എന്തായാലും രാവിലെ അവര് മോൻ വെറുപ്പിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഞങ്ങൾ തമ്മിൽ അടിയായിട്ടുള്ളത്. പിന്നെ വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഓക്കെ ഇതാണ് സംഭവം, ഓക്കെ നിന്റെ ഇമോഷൻസ് നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ നീ പുറത്തു പോകും. ഞാൻ ഭയങ്കര ഇപ്പൊ ലിയൻ ഭയങ്കര ചില സമയത്ത് അലമ്പ് കാണിക്കും. അതിന്റെ കൂടെ മോളുടെ കരച്ചിലും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. ആർക്കാകുമ്പോഴും അത് മെന്റലി സ്ട്രെസ് ആയി പോകും. ഉറക്കം കൂടി ഇല്ലെങ്കിൽ പിന്നെ പറയണ്ട. അപ്പൊ അങ്ങനത്തെ സമയം ഞാൻ പറയും എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ ഇറങ്ങി അങ്ങ് പോയി ഒരു കൂടി പോയി അരമണിക്കൂറൊക്കെ ഞാൻ പോയി ജസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഒരു ജ്യൂസെങ്കിലും മേടിച്ച് ജ്യൂസ് കുടിച്ചിട്ട് വരും. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഓക്കെ. നമ്മളിപ്പോൾ ആ ഒരു ബ്രേക്ക് എടുത്തില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിയാന് ഭയങ്കര നീഡിയാണ്, അവന് എല്ലാത്തിനും ഒരാൾ വേണം. അപ്പം ഓവറായിട്ട് നമ്മളിങ്ങനെ സ്ട്രെസ്സായി വരുമ്പോൾ നമ്മൾ
പറയാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് അറിയാതെ വന്നു പോകും. സോ അതുകൊണ്ടിട്ടാണ് നമ്മളിപ്പം ടൈം എടുക്കുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ നേരെ റൂമിൽ പോയി ഞാൻ ഒരു നാപ്പ് എടുക്കും, ഒന്ന് ഉറങ്ങും. അപ്പോൾ ഞാൻ ഫ്രഷ് ആവും, അല്ലെങ്കിൽ കയറി കുളിക്കും. അപ്പം ഞാൻ ഓക്കെ ആവും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നമ്മുടേതായുള്ള സമയം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ഓക്കെ അല്ലേ, ഞാൻ ഇതാണ് സംഭവം എന്ന് കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കാനേ, അവനാണ് കുറച്ച് വലിയ കുച്ച്. അപ്പോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. ബേബിയോട് നമുക്ക് കരയരുതെന്ന് എന്തായാലും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവനെ പറഞ്ഞ് കാമാക്കി, അല്ലെങ്കിൽ അവനോട് എന്തെങ്കിലും ഗെയിം കളിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അളിയന് ഓക്കെ ആയിക്കോളും. അതാകുമ്പോൾ അങ്ങനെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മളുടെ ആ ഒരു കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതുമില്ല, എങ്കിൽ 2 കുഞ്ഞുങ്ങളുടെ കാര്യം ഈക്വലായിട്ട് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ 2 പേരെയും ഡ്യൂട്ടിയാണ്. ന്യൂ ബോൺ ആണെങ്കിലും അല്ലാത്ത കുഞ്ഞാണെങ്കിലും ഈക്വലായിട്ട് നോക്കണം. ഈക്വലായിട്ട് ഇപ്പം അമ്മയ്ക്ക് പാല് കൊടുക്കാൻ പറ്റത്തുള്ളൂ, പക്ഷെ പമ്പ് ചെയ്ത പാല് ഞാനാണ് അവളെ ഫീഡ് ചെയ്യുന്നത്. പമ്പ് ചെയ്യുന്ന പാല് നമുക്ക് 4 മണിക്കൂറോളം 4 മണിക്കൂർ എത്ര മണിക്കൂർ ഫ്രിഡ്ജ് വെക്കാൻ പറ്റുന്നത്? 2 ദിവസമോ? ഫ്രിഡ്ജിലൊക്കെ 2 ദിവസം ബാക്കിയെല്ലാം ഫ്രീസറിൽ ഇഷ്ടംപോലെ പാലുണ്ട്. അതെ, ബാക്കിയുള്ള പാലുകൾ നമ്മൾ ഇപ്പൊ തൻവിക്ക് ഇപ്പോൾ ഒരു ദിവസത്തേന് മാറി നിൽക്കണമെങ്കിലും അവൾ എൻ്റെ കൂടെ ഓക്കെയാ. അവൾക്ക് ജസ്റ്റ് പാല് കുടിക്കണം, മൂക്ക് പാല് കുടിക്കണം, ഡയപ്പർ ടൈമിൽ ചേഞ്ച് ചെയ്യണം, അവളെ ഡെയിലി ഒന്ന് കുളിപ്പിക്കണം. അപ്പം ഞാനാണ് മോസ്റ്റ്ലി അവളെ കുളിപ്പിക്കാറ്. ഞാൻ കുടിപ്പോ ഇതുവരെ 1-2 തവണ ചെയ്തു, ബാക്കിയെല്ലാം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഡെബി ഉണ്ടായിരുന്ന സപ്പോർട്ടുണ്ട്, പക്ഷെ അത് ഒരു ഹസ്ബൻഡ് കൂടെ ഉള്ള ഒരു സപ്പോർട്ട് പോലെ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. പക്ഷെ ഈ പ്രാവശ്യം എല്ലാം കൂടെ നിന്ന് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ 2 പേരും ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നതുമില്ല, കാരണം 2 പേരും ആ ടൈം എടുത്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് മാത്രമല്ല, എനിക്ക് പോസ്റ്റ്മോർട്ടം എന്താ പറയാ, അങ്ങനെ എനിക്ക് യോജിയോടെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു ക്ലോസ്നെസ് ഇല്ലാതൊന്നും ആയിട്ടില്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും ചില സമയത്ത് ഞാൻ ഇങ്ങനെ വിചാരിക്കും, എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ടൈറ്റ് ആണെന്ന് പറയുമ്പോൾ യോജി എന്നെങ്കിൽ പൊക്കിയൊക്കെ പറയും. നമുക്ക് ഇപ്പോഴും ആ ഒരു ലവ് റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് നമ്മളങ്ങ് എന്താ പറയാ അങ്ങ് ഓക്കെ ആയിരിക്കുന്നുണ്ട്. ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക, മ്യൂച്വൽ റെസ്പെക്ട്. ഇപ്പോൾ എന്നെ ഇടാന്ന് വിളിക്കുന്നത്, ഞാൻ അവളെ എണീന്ന് വിളിക്കുന്നത്, അതൊന്നും ഒരു പ്രശ്നമുള്ളൊരു കാര്യമില്ല. ഇത് നമ്മൾ തമ്മിലുള്ള കാര്യമാണ്. ഞാൻ എന്ത് വിളിക്കണമെന്നും അവൾ എന്നെ എന്ത് വിളിക്കണമെന്നും ഞങ്ങൾ തമ്മിൽ അറിഞ്ഞാൽ മതി. ഇപ്പം ഞങ്ങൾ തമ്മിൽ അതാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഓവറായിട്ടുള്ള റൊമാൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നോർമലായിട്ട് മുന്നോട്ട് പോവുക, 2 പേരുടെയും ടൈം സ്പെൻഡ് ചെയ്യുക, ഒരുമിച്ചുള്ള ടൈം. ഇപ്പം ഇന്ന് ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്പം മോളെ ഡെബി കുറച്ച് നേരത്തിന് വേണമെന്ന് പറഞ്ഞാൽ മോളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ അപ്പം ഞങ്ങളെ കൊണ്ട് കൊണ്ടുപോയിട്ടിട്ട് വീട്ടിലേക്ക് വന്നേ സ്കൂളിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വെളിയിൽ പോയി, പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തീർത്തു. എന്നിട്ട് വീഡിയോ വന്നിരിക്കുന്നത് 2 മണിക്കൂർ കഴിയുമ്പോൾ ആകെ നമ്മുടെ ആമസോണിന്റെ പാക്കേജ് മിസ്സായി, സമയത്ത് കിട്ടിയില്ല. അയാൾ മിക്കവാറും നാളെ കൊണ്ടുവരും. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും വെച്ചിട്ട് പോയില്ല, ഇവിടെ മൊത്തം കള്ളന്മാരാണ്. നമ്മുടെ ഓൾറെഡി 2 പാഴ്സൽ അവർ അടിച്ചുകൊണ്ട് പോയി. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിനുമുണ്ട്. ഡിപ്രഷൻ എന്ന് പറയുന്നത് 2 പേർക്കും ഉണ്ട്. സോ റെസ്പോൺസിബിലിറ്റി ഈക്വൽ ആയിരിക്കണം. ലൈക്ക് ഇപ്പം അമ്മ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രം അച്ഛൻ്റെ കൂടെ ഇരിക്കണം അങ്ങനെയൊന്നുമല്ല. അമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ കൊണ്ടുപോകും, അതൊന്നുമില്ല. ഞാനാണ് ഇവിടെ ഞാൻ പറയാം, കുഞ്ഞിന് 5 ദിവസമായപ്പോ അവളുടെ ദേഹത്ത് നല്ല ചൂടുണ്ടായിരുന്നു. നല്ല ഓൾമോസ്റ്റ് ഒരു 100 ഡിഗ്രി അടുപ്പിച്ച്, ഡിഗ്രി അല്ലല്ലോ 100 ഫാരൻഹൈറ്റ്. അപ്പൊ നാട്ടിലത്തെ ഒരു 39 ഡിഗ്രിയോ 37. അപ്പൊ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ആയിപ്പോ. എന്നാൽ 5 ദിവസം കൂടെ ആയ പൊടി കുഞ്ഞാ. ഇവിടുത്തെ ആശുപത്രിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമേ ഇല്ല. ലിയന് രാത്രി ഉറക്കത്തിൽ എണീച്ച് എന്നെ കണ്ടില്ലെങ്കിൽ ആകെ പ്രശ്നം. രാവിലെ സ്കൂളും ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാല് ആശുപത്രിയിൽ ഇമർജൻസിയിൽ കൊണ്ടുപോയത് യോജിയ 5 ദിവസമായി പൊടിക്കും. 5 ദിവസമേ ആയുള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ അവനോട് കിടന്ന് ഉറങ്ങിക്കോ. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല, സ്ട്രെസ് കാരണം. 11 മണിയായപ്പം അവൾക്ക് ഓക്കെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാൽ ശരിയാവത്തില്ല, എന്താന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പിറ്റേന്ന് നമുക്ക് ഫാമിലി ഡോക്ടർ ഉണ്ടായതുകൊണ്ട് നമ്മൾ അപ്പോയിൻമെന്റ് എടുത്ത് പിറ്റേന്ന് കൊണ്ടുപോയി കാണിക്കത്തേ ഉള്ളൂ, അത്രയ്ക്ക് സീരിയസ് അല്ല എങ്കിൽ. പിന്നെ ഇവള് ന്യൂ ബോണുമാണ്, 5 ദിവസമേ ആയിട്ടുള്ളൂ. മോക്ക് ചൂട്, അത്യാവശ്യം നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും,
ഞാൻ അവളുടെ ഡ്രസ്സ് ഇടിപ്പിക്കാം, നീ അവളുടെ പാലും ഡയപ്പർ ബാഗ് റെഡിയാക്കും. അപ്പോഴേക്കും ഞാൻ അവളെ ഡ്രസ്സ് ഇടിപ്പിച്ച് ഞാൻ ഇവിടുന്ന് രാത്രി 11:30 പോയി തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ വെളുപ്പിന് 5 മണിയായി. 5 മണി വരെ അവിടെ ഇരിക്കും. ഞാൻ മോള് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ആൾക്കാരൊക്കെ ചോദിച്ചല്ലേ 5 ദിവസം അയാൾ അമ്മ എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് 2 പേരുണ്ട്, മോൻ 5 വയസ്സുണ്ട്, അവൻ അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അവൻ കരയും എൻ്റെ കൂടെ രാത്രിയിൽ. സോ ആരെങ്കിലും ഒരാളുടെ ഉറക്കം പോയാൽ മതി, അത് എൻ്റെ പൊക്കോട്ടെ. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇതായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല ഒരു ജനിച്ച കുഞ്ഞിനെ മാത്രം നോക്കുന്നത്, അതും 5 ദിവസമായ ഒരു കൊച്ചിനെ ആശുപത്രി യോജിക്ക് കൊണ്ടുപോകാൻ പറ്റി. അപ്പോ അതേപോലെ എന്തുമാത്രം കാര്യങ്ങളാണ് വരുന്നത്, എല്ലാം ഞാൻ തന്നെ ചെയ്യാൻ നിന്നാ നടക്കത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ അവളെ ഫസ്റ്റ് ചെക്കപ്പിന് വെയിറ്റ് അന്ന് എനിക്ക് വയ്യാതെ, എനിക്ക് ഈ പൈൽസിന്റെ പ്രശ്നം വന്ന് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെമറോയിഡ്സ് ആയി. അപ്പം തനിക്ക് എണ്ണിക്കാൻ പോയി, ഡ്രസ്സ് പോലും ഇടാൻ പോയ. ഞാൻ കരച്ചിലായിരുന്നു, ഫുൾ ടൈം ബെഡിലായി പോയി 2-3 ദിവസം ആ ഒരു സമയത്ത്. സോ അവൾക്ക് വെയിറ്റ് ചെക്ക് ചെയ്യാൻ 2 വീക്സ് ഉണ്ടല്ലേ, 2 ആഴ്ചയുടെ ചെക്കപ്പും ഹൈറ്റും എല്ലാം നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു കിടന്നു, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാൻ കൊണ്ടുപോയി. പിന്നെ അവിടെ ഒരുപാട് നേരം ഇരിക്കണം, നമ്മൾ അപ്പോയിൻമെൻറ്റ് ടൈമിൽ ചെല്ലുക, കാര്യങ്ങൾ ചെയ്യുക, പിന്നെ അവൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുക, അവർക്ക് ഫുള്ളായിട്ട് നോക്കുക, ഡ്രസ്സ് മാറ്റി കൊടുത്തു, അവരെടുത്തു വെയിറ്റ് നോക്കി, ബേബിയുടെ ഹൈറ്റ് നോക്കി. അത് കഴിയുമ്പോൾ ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തു. അത് മാത്രമല്ല, ഇപ്പൊ ചില സമയത്ത് ഞാൻ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ യോജിയോട് പറയത്തില്ല എനിക്ക് വിഷമമാണെന്ന്. മീൻസ് വിഷമാന്ന് വെച്ചാൽ പെട്ടെന്ന് സങ്കടം വരും ഈ ഹാർമോൺ ചേഞ്ചസ് കാരണേ. ഞാൻ ഇങ്ങനെ സങ്കടം വന്നിട്ട് ഞാൻ ഒന്നും പറയത്തില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ മിണ്ടാതിരിക്കും. പക്ഷെ എന്റെ മുഖം മാറുമ്പോഴത്തേക്കും അത് യോജി റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്നോട് വന്ന് ചോദിക്കുക എന്താണ്, ഓക്കെ ആണോ അല്ലേ. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാൻ കരയൊക്കെ ചെയ്യുമായിരുന്നു അല്ലേ, കരയാണോ, എനിക്ക് വിഷമാണെന്നോ എന്താന്ന് ചോദിച്ചാൽ എന്താന്ന് പോലും അറിയത്തില്ല, എനിക്ക് വിഷമാന്ന് പറഞ്ഞു. എന്നാലും വാന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ മൂക്കിലൊക്കെ ഡ്രസ്സിലൊക്കെ തേച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പം ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോട്ടീസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ലിയൻ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ അന്നൊരു ദിവസം ഇവൻ വീട് മൊത്തവും കുളമാക്കി, അത് മൊത്തവും വൃത്തിയാക്കി എനിക്കിങ്ങ് ടയേർഡായി. യോജി ഹെൽപ്പ് ചെയ്യുമോ, ഞാൻ എന്നിട്ട് അവസാനം എനിക്ക് പ്രാന്തായപ്പോൾ ഞാൻ ലിയനോട് പറഞ്ഞ്, ലിയൻ ഞാൻ ഒരു സെർവൻ്റ് അല്ല നിന്റെ, നീ ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞത് എന്താ പറഞ്ഞേ, ഐ ആം യു ആർ മൈ സെർവൻ്റ് എന്ന്. അപ്പൊ എനിക്കങ്ങ് പ്രാന്തായി. ഞാൻ എന്നിട്ടൊന്ന് ഉടനെ യോജി എടുത്തു പറഞ്ഞു, you don't talk to your mom like that, she is my wife too, you can't talk to him like her like that എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുമ്പോ തന്നെ അതൊരു വലിയ സപ്പോർട്ടാ. ബിക്കോസ് അവൻ ചെയ്യുന്നത് തെറ്റാ, അവൻ പറഞ്ഞത് തെറ്റാ. കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ജോലിക്കാരി പോലെ എന്റെ പുറകെ നീ എന്റെ ജോലിക്കാരി എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് അവനെ കൊണ്ട് തന്നെ മൊത്തം ക്ലീൻ അവൻ തന്നെ ക്ലീൻ ചെയ്തു. അവൻ തന്നെ ഞാൻ ചെയ്യായിരുന്നേ, അവനെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചു. അപ്പൊ യോജി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു പോസിറ്റീവായിട്ട് തോന്നിയായിരുന്നു. ബിക്കോസ് യോജിനെ ഞാൻ എന്തെങ്കിലും പറയുമല്ലോ, അവൻ ചില സമയത്ത് ഭയങ്കര യൂട്യൂബ് ഒക്കെ വീഡിയോ കണ്ട് ഓരോ ആവശ്യമില്ലാത്ത യൂട്യൂബ് നിർത്തി. അത് കാരണം യൂട്യൂബ് കണ്ട് ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ വാക്ക് സ്റ്റുപ്പിഡ് അങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ കണ്ട് പഠിച്ചിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് യോജിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, ലിയാൻ അങ്ങനെ പറയാൻ പാടില്ല. അതേപോലെ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് രണ്ടുപേർക്കും ആ ഒരു സപ്പോർട്ടാ. അപ്പൊ ലിയൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അങ്ങനെ പറയും, അവൻ തെറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ എപ്പോഴും അവനോട് ഹാപ്പി ആയിട്ടും കളിച്ചോടും. തെറ്റാണെന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും അവനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അവൻ എല്ലാം തട്ടിയിട്ടിട്ട് ഐ എം ടയേർഡ് എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളും ടയേർഡാ ലിയൻ, നീ മാത്രമല്ല നമ്മളും ടയേർഡാ. ഞാൻ പറഞ്ഞു വാ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും അവന്റെ ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അത് തിരിച്ചെടുത്ത് വെക്കണം, അങ്ങനൊന്നുമല്ല. അവന്റെ ടോയ് അവനാണ് കളിക്കുന്നത്, അവനത് തിരിച്ചെടുത്ത് വെക്കണം. ഇല്ല, കാരണം നമ്മൾ പലപ്പോഴും പറഞ്ഞു ലിയാൻ വൃത്തിയാക്കണം, വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ നമ്മൾ എടുത്ത് കളയും. കാരണം നമ്മൾ ഒന്നാതെ മൂവിങ്ങിന്റെ തിരക്കിലാണ്. അപ്പോൾ 100,000 സാധനങ്ങളാണ് നമ്മൾ എടുത്ത് എടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവരും കൊണ്ടുവന്ന് എല്ലാം തറയിട്ടാല് പിന്നെ ഭ്രാന്താവില്ലേ. അപ്പോൾ നമ്മൾ പറയാം നീ എടുത്ത് മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ എടുത്ത് കളയും. ബിക്കോസ് നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ ഈ ഓരോ സാധനങ്ങളും വിറ്റ് പോവുക. അപ്പോൾ നമ്മൾ എന്തായാലും മൂവിങ് ഉള്ള ഓരോ തിരക്കല്ലേ. സോ അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങള്. പിന്നെ തിരിച്ചു വരാൻ 18 മാസമുണ്ട്. സമയം ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ വരുന്നുണ്ടെങ്കിൽ വരാൻ. അപ്പോ പിന്നെ അങ്ങനെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ 4 പേരും, ഇപ്പൊ ഞാൻ യോജി മാത്രല്ല ലിയന്റെ ലൈഫിലും അതൊരു പുതിയൊരു എക്സ്പീരിയൻസാ, മോക്കും അതൊരു പുതിയ എക്സ്പീരിയൻസാ. ഇപ്പൊ അവളെ മാത്രമല്ല നമ്മൾ നോക്കുന്നത്, അവന്റെ കാര്യം നോക്കുക. ഇപ്പം
ഇപ്പൊ നമുക്കൊരു സെക്കൻഡ് ബോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ബോണിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല അവന്റെ കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇടുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ മോൾ എന്തായാലും ഓർത്തിരിക്കത്തില്ല, പക്ഷെ അവൻ ഓർത്തിരിക്കും. തൻവി എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യം, നീ പറയുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് പറയണം, അല്ലെങ്കിൽ അവനോട് പറയുന്ന സമയത്ത് അവൻ ഓവർത്തിങ്കർ. എൻ്റെ കൂട്ടുകാരനാണ് ഭയങ്കര ഓവർത്തിങ്കർ. ഓവർത്തിങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ അടുത്തൊക്കെ പറയും, അവൻ ഭയങ്കര ഓർമ്മയാ കാര്യങ്ങൾക്ക് പറയും. കഴിഞ്ഞ ബർത്ത്ഡേയുടെ കാര്യം കഴിഞ്ഞ ബർത്ത്ഡേയുടെ കാര്യം തന്നെ ഇപ്പോഴും പറയും. പിന്നെ അതേപോലെ തന്നെ ഇവ എപ്പോഴും പറയും, ആ പപ്പ എന്നെ ഐസ് ഫിഷിങ്ങിന്, ഞാൻ അവനെ ഐസ് ഫിഷിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ കാര്യം ചെയ്യണം അവനോട്, അല്ലെങ്കിൽ പറയരുത്. അപ്പം ഇവനെ ഐസ് ഫിഷിങ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ല. പറ്റാന്ന് വെച്ചാൽ അപ്പോഴത്തേനും ഓവർ തണുപ്പായി. ഇവനെ കൊണ്ടുപോകണം. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഇവനെ കൊണ്ടുപോകാനെ കൊണ്ട്. ഒന്നാതെ ആ കാറും കൂടെ ഓടിച്ചു പോകുമ്പോ ഐസിന് മണ്ടേല കാർ ഓടിച്ചു പോകുന്നത്, കാരണം വീഴെല്ലാം ചെയ്താല് മോനെ കൊണ്ടുപോകാൻ. അതെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുപോകുമ്പോൾ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് നമുക്ക് പറ്റത്തില്ല. അതിനകത്തൊന്നും ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ അത് ഇപ്പോഴും പരാതി പറയും. വെള്ളം കാണുമ്പോൾ പറയാം എന്നെ ഐസ് ഫിഷിങ് കൊണ്ടുപോയില്ല, ഐസ് ഫിഷിങ് കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമുള്ളൂ. പക്ഷെ അവന് വേണ്ട കാര്യങ്ങൾ അവനാണ് പ്രിയോറിറ്റി ഫസ്റ്റ്. എല്ലാ കാര്യത്തിനും അവനാണ് പ്രിയോറിറ്റി. ചില സമയത്ത് മാത്രം ഇപ്പൊ മോളെങ്ങാനും പാല് കുടിച്ചെങ്ങാനും കിടന്ന് പാല് ചില വായന്ന് വെളിയിൽ വെച്ചു, അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ മാത്രം നമ്മൾ ഓടിപ്പോയി അവളുടെ പുറകെ നടക്കാറുള്ളൂ. അല്ലെങ്കിൽ ലിയന് ഡാൻസ് ഉണ്ട്, ലിയന് എന്തൊക്കെ പരിപാടികളാ, എല്ലാത്തിനും നമ്മളെ കൂടെ. എനിക്ക് വയ്യെങ്കിൽ പോലും ഞാൻ അവന്റെ കൂടെ കളിക്കാൻ പോയി അന്ന് ഒരു ദിവസം ട്രാംപ്ലിൻ പാർക്കില്. ഞാൻ ചത്തേടെ പിള്ളേരെ കയറ്റി ഇടിച്ചു കൊന്നു. ഞാൻ അതോടെ തൊഴിലൊക്കെ ഇറങ്ങിപ്പോയി. അവന് എന്തൊക്കെ ആക്ടിവിറ്റി വേണോ അവന്റെ ആക്ടിവിറ്റി ഒന്നും മുടക്കാറില്ല. അവന്റെ സ്കെഡ്യൂൾ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെറിയൊരു കോംപ്രമൈസ് അവിടെ എവിടെയൊക്കെ വല്ലപ്പോഴും കാണും. ബട്ട് നേരത്തെ ഇപ്പൊ പണ്ട് നമുക്ക് പുറത്തിറക്കിക്കൊണ്ട് പോകുന്ന പോലെ നമുക്ക് ഇപ്പോഴും അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ചൂട് ഭയങ്കരമായിട്ട് കൂടി. അതിന് പകരം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ മാത്രം പോകും, അല്ലെങ്കിൽ യോജി മാത്രം അവനെയും കൊണ്ടുപോകും. കൊച്ചിനങ്ങനെ അധികം ഇറക്കുന്നില്ല. വെറുതെ ഓരോ നമുക്ക് നിവൃത്തിയില്ലാത്ത സമയത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി എന്തായാലും നമുക്ക് തീർക്കാതെ. അപ്പം ബേബി മോളെയും കൊണ്ട് ഇത്രയും പാവം ഒരു ബേബി എന്നെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ചേച്ചിക്ക് 3 പിള്ളേരാ. 2 അവന്മാര്, അവളുടെ പെൺകൊച്ചിന്റെ കാര്യത്തിലായിരുന്നു. അവന്മാര് 2 പേരും വില്ലന്മാരായിരുന്നു. അപ്പൊ ആൺപിള്ളേർ ഭയങ്കര വില്ലനായിരുന്നു. അവന്മാർ 2 പേരും ഉറക്കമില്ല, ചേച്ചിയായിട്ട് ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് പെൺകൊച്ചിന്റെ സമയത്ത് എനിക്ക്, മോളുടെ സമയത്ത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ ബേബി, ഇവള് ഒരു പ്രശ്നമില്ല. ഇവക്ക് പിന്നെ ചില സമയത്ത് ഗ്യാസ് ആ സമയത്ത് ഇങ്ങനെ ബ്ലോട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് സൗണ്ട് ഐഡിയ കിട്ടും എന്താണെന്ന്. പിന്നെ റൈപ്പ് വാട്ടർ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അതിപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. 3 വീക്സ് കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ അവളെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അവൾക്ക് വയറിറച്ച് പാല് കുടിക്കുക, ഉറക്കം എണ്ണിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണം തുറക്കത്തില്ല, പാലിതായിരിക്കും. അങ്ങനെയാണ് അവള്. അതുകൊണ്ട് പിന്നെ അവളെ ചേഞ്ച് ചെയ്യുക. ഓക്കെ ബൈ പറഞ്ഞു, ഇന്നലെ ഗുഡ് നൈറ്റ് പറഞ്ഞു. കുറച്ചു നേരം ഉണർന്നിരിക്കും. പിന്നെ നമ്മൾ ടമ്മി ടൈം കൊടുക്കും. ടമ്മി ടൈം ആണ് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. കിടന്ന് ഇങ്ങനെയൊക്കെ ഉറങ്ങും. എന്നെ ഇങ്ങനെ കിടത്തുകയാണെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കാണിച്ചു തരാം. ഒരു പ്രശ്നമില്ലാത്ത ഒരു പ്രശ്നമില്ല. അതൊരു ഭാഗ്യമാണ്. അവളെ കൊണ്ട് എവിടെയും പോവാ. അവള് എവിടെങ്കിലും പോവും. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഫോട്ടോ ഇടാം. ഇന്നലെ നമ്മള് എടുത്ത ഒരു ഫോട്ടോ ഇല്ലേ, നമ്മള് ഇന്നലെ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ ഇന്നലെ ലിയന്റെ ഡേ കെയർ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പോയി കളിക്കുന്ന സമയത്ത് നമ്മൾ പോയി ഇന്നലെ കാലില് പെഡിക്യൂറും ചെയ്ത് യോജിയുടെ കാലില് എന്റെ പൊന്നേ ഒന്നും പറയണ്ട. അവരിങ്ങനെ ചൊരണ്ട് തറ മൊത്തം അമ്മാരി ഡ്രൈ സ്കിൻ വർക്ക് ചെയ്യുമ്പോ വർക്ക് ബൂട്ട് ഇടുന്നതുകൊണ്ട് എന്റെ കാല് മൊത്തം മൊത്തം തഴമ്പോ. അങ്ങനെ അത് മൊത്തം ക്ലീൻ ചെയ്യും. അപ്പൊ മോക്ക് പാല് കൊടുത്ത് നമ്മളെല്ലാം റെഡിയാക്കിയെ കൊണ്ടുപോയി. ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അവളെ കൊണ്ട് എവിടെയും പോവാ. എനിക്ക് ലിയനെ കൊണ്ട് പോകാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അവരെല്ലാം 45 മിനിറ്റും ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനേ പേടിയായിരുന്നു. പക്ഷെ ഇവള് എളുപ്പമായിരുന്നു. മോനെ പോലെ അല്ല. പ്രഗ്നൻസി എന്നെ ആയിട്ട് കൊന്നില്ല എന്നേ ഉള്ളൂ, എന്നെ ബുദ്ധിമുട്ടിച്ച്. പക്ഷെ ജനിച്ചതിന് ശേഷം എന്നോട് കുറെ പേര് പറഞ്ഞു കൊച്ചു ജനിച്ചതിന് ശേഷം പെൺകൊച്ചുങ്ങളെ എളുപ്പമാണെന്ന്. പക്ഷെ അത് ശരിയാണ്, സത്യമാണ്. അതെ, എനിക്കാണെങ്കിൽ പെൺകൊച്ചുങ്ങളുടെ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. ഞാനിപ്പോ നിങ്ങൾ ആക്ച്വലി നമ്മുടെ ജെൻഡർ റിവീലിന്റെ വീഡിയോ കണ്ടാൽ മതി. ഡൈപ്പർ പോലെ യോജി തല തിരിച്ചാണ് ഇട്ടത്.
പക്ഷെ ഇപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട്. ഒറ്റ കൈ കൊണ്ട് ഡൈപ്പർ ഇടുന്നത്. ഒറ്റ കൈ ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ഡൈപ്പർ ഇടുന്നത്. അപ്പൊ അതൊക്കെ ആകെ ഞാൻ ചെയ്യുന്ന ഒരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഉടുപ്പല്ല ഞാൻ തലയിരിച്ചിടും. എനിക്കറിയത്തില്ല പെമ്പിളാർ ഉടുപ്പ് ഏതാ ഫ്രണ്ട് ഏതാ ബാക്ക് എല്ലാം ഒരുപോലെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യവും തലയിരിച്ചങ്ങിടും. കാലെവിടെയാ തല എവിടെയാ അറിയത്തില്ല. പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പെമ്പിളോട് ഒരുപാട് ഉടുപ്പുണ്ട് പെങ്കൊച്ചുങ്ങൾക്ക്. അപ്പൊ അതൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പൊ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യോജി. ആ കാര്യങ്ങളിൽ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നമ്മൾ ചൊറിയും കേട്ടോ. ചുമ്മാ ഇരിക്കുമ്പോ പോയി തടിയാതൊക്കെ ഞാൻ വിളിക്കും. അതെ, നിങ്ങൾ കമന്റ് സെക്ഷനിൽ ആരും പുള്ളി ഉണ്ട്, ഞാൻ ഉണ്ട് വീട്ടില് പുള്ളി. അപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ നല്ല രീതിക്ക് ഡയറ്റിംഗ് ആണ്. ഡയറ്റിംഗ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ. എന്റെ കാര്യം പറഞ്ഞത് യോജി പണ്ട് പ്രഗ്നൻസി ടൈമിൽ ഞാൻ എല്ലാം ഛർദിക്കുന്നോണ്ട് യോജിക്ക് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അങ്ങനെയാണ് ഈ വണ്ണം കൂടിയത്. പകുതി ഫുഡ് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ പറയണ്ടേ, ഇപ്പൊ പാല് കൊടുക്കണോണ്ട് ഞാൻ നല്ല രീതിക്ക് തീറ്റയുണ്ട്. അപ്പൊ പിന്നെ യോജി ഇങ്ങനെ നോക്കും എന്തെങ്കിലും കിട്ടുമോ എക്സ്ട്രാ. ഒന്നും കിട്ടില്ല, എല്ലാം ഞാൻ തിന്നി തീർക്കും. പോസ്റ്റ്മോർട്ടം ടൈമിൽ എപ്പോഴും നമ്മുടെ ഹസ്ബൻഡ് അമ്മയുടെ സപ്പോർട്ടൊക്കെ നല്ലതാ, പക്ഷെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് വേണം, പാർട്ട്ണറിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പാർട്ട്ണറിന്റെ സപ്പോർട്ട് വേണം. ഈക്വൽ ആയിട്ട് കാര്യങ്ങൾ ഒരാൾ മാത്രം ഞാൻ അമ്മയാണ് എനിക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ എന്നില്ല. അച്ഛനും ചെയ്യണം അമ്മയും ചെയ്യണം എന്നാണ് എനിക്ക് വിളിക്കുക. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളുണ്ടായി, ഞങ്ങൾ സോൾവ് ചെയ്തു. രണ്ടാമത്തെ കുഞ്ഞായി. എനിക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റാത്തത് ഞാൻ അവളുടെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു. ഞാൻ ഇടയ്ക്ക് ചോദിക്കും, എടി ഞാൻ ചെയ്യുന്നതെല്ലാം ഓക്കെ അല്ലേ എന്ന് ഞാൻ ചോദിക്കാറടി. നീ പ്രതീക്ഷിച്ചതിനെ കാര്യം ഞാൻ ഒരുപാട് ഫോൺ ചെയ്യും. ഞാൻ ഇങ്ങനെ ഇടുന്ന യൂട്യൂബില് മനസ്സിലായോ എന്റെ മോൻ എവിടെ യൂട്യൂബിന് അഡിക്ഷൻ വന്നത്? ഞാന് യൂട്യൂബിൽ ന്യൂസ് ഒക്കെ ആണോ കാണുന്നത്? ഞാനിങ്ങനെ രാഷ്ട്രീയ ന്യൂസുകളും അതും ഇതും എല്ലാം ഇങ്ങനെ. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാതെ കുഴപ്പമില്ല. ഞാനിങ്ങനെ ലൈവായിട്ട് വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഞാൻ കുക്ക് ചെയ്യുമ്പോഴും എല്ലാം ഞാൻ ന്യൂസ് ഇട്ടോണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ കാര്യം പറഞ്ഞ ചില ഇപ്പഴല്ല കൊച്ചു മുമ്പേ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പറയുന്നത്, നീ കൊച്ചു വന്നാലും ഈ ഫോണിൽ കുത്തിപ്പിടിച്ചോണ്ടിരുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഓക്കെ. ഞാൻ പറയും ഇപ്പം ഫോൺ നോക്കാനും സമയമില്ല, ഫോണൊക്കെ നോക്കുന്ന ഉറങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ്. എന്റെ കൊളാബ് അക്സെപ്റ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ ഹാളിന്ന് റൂം വരെ മെസ്സേജ് കൊളാബ് അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത്. ബട്ട് എന്നാലും നമ്മള് എല്ലാം ഒരുവിധം ഓക്കെ ആയി പോകുന്നുണ്ട്. വല്ലപ്പോഴും വിഷമങ്ങളൊക്കെ വരും, കരയും. പക്ഷെ അത് നോർമലാണ്, അത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇമോഷണൽ കരയേണ്ടവർ കരയേണ്ടാത്തവർ കരയണ്ട. അതെ, അപ്പൊ അതൊക്കെയാണ്. ഞാൻ കരയുന്നില്ല, ഇവള് കരയും. നീ കരഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം കൊച്ചി എറിഞ്ഞപ്പോ. നീ കരഞ്ഞായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയാണ് ഗൈസ്. സോ എന്തായാലും ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോ അതുകൊണ്ട് ഈ ഒരു പോസ്റ്റ്മോർട്ടം എന്നെ കൊണ്ട് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉറക്കവും കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കറങ്ങി നടക്കണമെങ്കിലും മേക്കപ്പ് ഇടാണ്. ഇതാ ഇപ്പൊ ഞാൻ ഇപ്പൊ പോയിട്ട് മേക്കപ്പ് ആണ് 2 സെക്കൻഡിനകത്ത്. അപ്പോ ഇതൊക്കെ ഒരു സെൽഫ് കെയർ ആണ്. അപ്പൊ അതെല്ലാം കിട്ടുന്നുണ്ട്. കഴിയുന്നതും ഹസ്ബൻഡ്സ് ഒരു ഡെലിവറി കഴിഞ്ഞും ഡെലിവറി ഉള്ളപ്പോഴും ഒരു മാക്സിമം ഒരു 1 ഇയർ എങ്കിലും കൂടെ നിൽക്കാൻ ശ്രമിക്കുക. കുട്ടികളുമായിട്ടൊരു ആ ഒരു ബോണ്ട് വരും. ഞാൻ ലിയാനുമായിട്ട് ഒട്ടും ബോണ്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അത് വീണ്ടും ആയി വരുന്നത്. ഇപ്പോഴാണ്. പക്ഷെ അവൻ ഈസ് ഓൾവേസ് മംസ് ബോയ്. അത് ബോയ്സ് അല്ലേലും എപ്പോഴും മമ്മാസ് ബോയ് ആണ്. അങ്ങനെയാണ്. അമ്മമാരുടെ മോനാണ്, മക്കളാണ് ആമക്കള്. അപ്പം അതങ്ങനെയുള്ളൂ. അതിൽ ഞാനും ഹാപ്പിയാ. പിന്നെ തള്ളയായിട്ട് അടിയിട്ടിട്ട് എന്റെ അടുത്ത് വരും, മമ്മ മീൻ ടു മീൻ. ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, പാവം ഉണ്ടായിരുന്ന അവന് ഞാൻ പോയി വഴക്ക് പറയുക, ചുമ്മാ കളരാ. അതൊക്കെ ആയിരുന്നു ഗൈസ്. സോ പോസ്റ്റ്മോർട്ടം needs care, needs handling for both the parents. രണ്ടുപേർക്കും കിട്ടാനുള്ള ഒരു കെയർ ആണത്. അത് ഈക്വൽ ആയിട്ട് ചെയ്യണം. അത് മാത്രമല്ല, കൊച്ചുണ്ടായെന്ന് വെച്ചിട്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കാൻ പാടില്ല. നമ്മുടെ ലവ് റിലേഷൻഷിപ്പും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഭാര്യ ഭർത്താവായിട്ട് പുറത്തു പോവുക, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഫുഡ് കഴിക്കാൻ പോവുക, എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെ എല്ലാം പോവുക. എൻഡ് ഓഫ് ദി ഡേ വീട്ടിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കാറുണ്ട് എങ്കിൽ ആ ടൈം കൊടുക്കുക. കുഞ്ഞുങ്ങൾ നമ്മുടെ കസിൻ അടുത്ത ബ്ലഡ് റിലേറ്റീവ്സിന് കൊടുക്കുന്നതിന് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ എന്റെ ചേച്ചി എനിക്ക് കൊടുക്കാം, അമ്മ അവരെ കൊടുക്കാം. ഡേറ്റ്സിനൊക്കെ നിങ്ങൾ പോണം. നമ്മൾ ഡേറ്റിന് കഴിഞ്ഞ ദിവസം ഒരിക്കൽ പോയായിരുന്നു കുറച്ചു നേരത്തേക്ക്. പിന്നെ ഇന്ന് നമ്മൾ കുറച്ചു നേരം പോയി. അപ്പൊ ഇങ്ങനെ വേണം
ഉണ്ടാവാൻ. ഞങ്ങളിപ്പോ ഈ ഒരു 1 month മോള് വന്നിട്ട് 1 month ആയുള്ളൂ. ഈ 1 month ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ 3-4 വട്ടം ഞങ്ങൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റി. 3 വട്ടം പോയല്ലേ നമ്മള്? 2-3 വട്ടം. 2-3 വട്ടം പോയി. പിന്നെ മോളെയും കൊണ്ടുവന്നതിന് പ്രശ്നമില്ല, മോളെയും കൊണ്ടില്ല, അവള് ഭയങ്കര ഈസിയാണ്. ഇപ്പൊ അവള് റൂമിലില്ലാത്തപ്പോ റൂമിലാ പെട്ടെന്നായ പോയി അത് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അവള് അവിടെ ഉണ്ടോന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള മിസ് ചെയ്യും നമ്മള്. പണ്ടൊക്കെ ആണെങ്കിലും ഇപ്പം ലിയാനെ അവിടെ കൊടുത്തിട്ട് ഇപ്പൊ ലിയാൻ കുറച്ച് വലുതായതുകൊണ്ട് അവന് അത്രയ്ക്ക് ഇതില്ല. ലൈക്ക് അവൻ വരും, ഞങ്ങളുടെ കുറേ നേരം ഇരിക്കും, പിന്നെ അവൻ്റെതായ കാര്യങ്ങൾ, കളി, ഗെയിം, കാര്യങ്ങളൊക്കെ അവനങ്ങ് പോകും. അപ്പം പിന്നെ ഉറങ്ങാൻ നേരത്ത് ഫുഡ് കഴിക്കാൻ മാത്രം നമ്മളെ മതി അവന്. അപ്പൊ ആ ടൈം നമ്മള് ഫുഡ് കഴിക്കുമ്പോ നമ്മള് കാര്യങ്ങൾ സംസാരിക്കും. സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു, ഡേ കെയർ എങ്ങനെ ഉണ്ടായിരുന്നു, അതൊക്കെ ചോദിക്കും. പിന്നെ അവനോട് കുറച്ചു നേരം ഗെയിം കളിക്കും. പിന്നെ അവനും ഈ സ്കൂളിൽ ഓൾറെഡി പോയി കുറെ നേരം എല്ലാവരുമായിട്ട് ഇരുന്നിട്ട് 1:15 ആയുള്ളൂ, ബസ് വരാറായിട്ടില്ല, ഇനിയും ഉണ്ട് 1.5 മണിക്കൂർ. അങ്ങനെ പോയി എല്ലാവരുമായിട്ട് ഇരുന്ന് കുറെ നേരം സ്പെൻഡ് ചെയ്തിട്ട് അവനും വീട്ടിൽ വരുമ്പോൾ അവനും കുറച്ച് സ്പേസ് വേണം എന്ന് അവന്റെ ആഗ്രഹമാണ്. അപ്പൊ പിന്നെ നമ്മൾ അത് കൊടുക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം നമ്മുടെ എക്സ്പീരിയൻസ്. ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ്. അതെ, ചെയ്യണം. ഈക്വൽ ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഡസന്റ് മീൻ ലൈക്ക് ഞാൻ 50 യുജി 50 അങ്ങനെ ഒന്നുമില്ല. ചില ദിവസങ്ങളിൽ ഇപ്പൊ ഞാൻ മാത്രം ചെയ്യേണ്ടി വരും, ചില ദിവസം യുജി മാത്രം ചെയ്യേണ്ടി വരും. ഇതാണ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി 1 person ജോബ്. പറ്റുന്നത് ഡിവൈഡ് ചെയ്യുക, കണക്ക് പറയാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ ഇനി നാട്ടിലേക്ക് വന്ന് 1 year കഴിഞ്ഞിട്ടേ ജോലിക്ക് വേണ്ടി പോകുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. സോ പിന്നെ യോജിക്ക് വസ്തുവും കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കുറച്ച് ഡീൽ ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ പുറകെ നമുക്ക് നടക്കാനുണ്ട്. സോ എന്തായാലും ബാക്കി ഇനി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാമല്ലേ. So until then, I hope you guys like our vlog. Please do share, like, share and subscribe. Like വിട്ടുപോരുത്. Bye bye.